കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ അതിഥിയായിട്ടുള്ളത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ രമ്യ ജെ പ്രസാദാണ്. വെൽക്കം മാഡം. നമസ്കാരം. എന്തുകൊണ്ടാണ് ഡോക്ടർ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നത്? പൊതുവെ പ്രഗ്നൻസി ഒരു ഡയബറ്റിക് സ്റ്റേറ്റിനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിൻ എന്നൊരു ഹോർമോണാണ്. സോ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞാലോ അതിൻ്റെ ആക്ഷനിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാലോ വാട്ട് വി കോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതിലാണ് പൊതുവെ ഡയബറ്റീസ് ഷുഗർ വരും. ഇപ്പോൾ പ്രഗ്നൻസിയിൽ എന്താവും, പ്രഗ്നൻസിൻ്റെ ഹാർമോൺസ് കൂടുമ്പോൾ ആ ഹാർമോൺസിൽ ഇൻസുലിൻ്റെ ആക്ഷനൊക്കെ തടസ്സം വരും. അങ്ങനെയെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുകൊണ്ടാണ് ചിലർക്ക് ഡയബറ്റീസ് വരും. എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് മാത്രം ഈ ഡയബറ്റീസ് വരുന്നത്? ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസി ആസ് സച്ച് ഒരു ഡയബറ്റിക് സ്റ്റേറ്റ്, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഡയബറ്റീസ് വരുന്നുണ്ട്. സോ വൈ ചിലർക്ക് മാത്രം ഡയബറ്റീസ് വരുന്നുണ്ട്. സോ അതാണ് നമ്മൾ ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയും. ഇന്ത്യൻസ് ആസ് സച്ച് ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇന്ത്യ ആസ് സച്ച് ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ ആയിപ്പോയി. ഒന്ന്. രണ്ടാമത് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് അച്ഛനൊക്കോ അമ്മയ്ക്കോ ബ്രദേഴ്സൊക്കോ സിസ്റ്റേഴ്സൊക്കെ അത് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വരാൻ സാധ്യതകൾ ഉണ്ട്. ഇല്ലെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവും. സോ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ഉണ്ടാവും. ചില പേഷ്യൻസ് പറയും മുമ്പത്തെ പ്രഗ്നൻസിയിൽ കുറച്ച് സൈസ് കൂടിയുള്ള ബേബി പ്രസവിച്ചതാണ്, മേ ബി മാക്രോസോമിക് ചിൽഡ്രൻ, അല്ലെങ്കിൽ 4 കിലോന്റെ കൂടുതൽ പ്രസവിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ ഒരു കാരണമില്ലാതെ ഒരു 8ാം മാസം 9ാം മാസത്തിൽ പെട്ടെന്ന് ബേബി മരിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ നോ റീസൺ, അതുപോലെ പേഷ്യൻ്റ് ഹിഡൻ ഡയഗ്നോസ് ചെയ്യാതെ ഒരു ഡയബറ്റിക് ആവാം. ചില ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞില്ല ഇൻസുലിൻ്റെ ആക്ഷനൊക്കെ തടസ്സങ്ങൾ വരുന്നത്. സോ അതുപോലെ ചില സിൻഡ്രോംസ് ഉണ്ട്. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, അക്കന്തോസിസ് നൈഗ്രിക്കാൻസ്, അങ്ങനെയെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലുള്ള ചിലർ പറയും നല്ല കരുത്ത ഒരു പാടുണ്ട്, അതേ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് സൈൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചില പേഷ്യൻസ് ലോങ് ടേം ചില മെഡിസിൻസ് കഴിക്കും, സ്റ്റിറോയിഡ്സ് അതുപോലെ മെഡിസിൻസ്. ഇതുപോലെ പേഷ്യൻസ് ഇല്ലെങ്കിൽ വേറെ ഏതോ കാരണം കൊണ്ട് നിങ്ങൾ ഒരു മൂത്രം ടെസ്റ്റ് ചെയ്തു, മൂത്രത്തിലെ ഗ്ലൂക്കോസ് കണ്ടുപിടിച്ചാൽ ഇതുപോലെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ ഇതാണ് ഹൈ റിസ്ക് പോപ്പുലേഷൻ. ബട്ട് സിൻസ് ഇന്ത്യൻ പേഷ്യൻസ് ആസ് സച്ച് ഹൈ റിസ്ക് ഉള്ളതുകൊണ്ട് മോറോലെസ് എല്ലാ പേഷ്യൻസൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. സോ മോണിറ്ററിങ് സ്ക്രീനിങ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസിന് എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പേ ഉള്ള ഡയബറ്റീസും ഈ പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസിലും അങ്ങനെ എന്തെങ്കിലും വെറൈറ്റീസ്? പൊതുവെ നമ്മൾ 2 രീതിയിൽ എടുക്കാം. ഒന്ന്, ഓൾറെഡി ഡയബറ്റിക് ആയി ഗർഭിണിയാവുന്ന പേഷ്യൻ്റ്, അതുപോലെ പേഷ്യൻസ് ഓൾറെഡി ഒരു ഫിസിഷ്യനോ എൻഡോക്രൈനോളജിസ്റ്റ് കെയർ ഓഫിൽ ഓൾറെഡി ഒരു ട്രീറ്റ്മെൻറ്റിലുള്ള പേഷ്യൻസ് ആവും. അതുപോലെ പേഷ്യൻറ്റ് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ്. രണ്ടാമത്തെ വെറൈറ്റി പ്രഗ്നൻ്റ് ആന ശേഷം വരുന്ന ഡയബറ്റീസ്. സോ ഫസ്റ്റ് പറഞ്ഞത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, രണ്ടാമത്തെ പറയുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്? സോ ഞാൻ പറഞ്ഞ പോലെ 2 വെറൈറ്റീസ് ഉണ്ട്. സോ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ദാറ്റ് മീൻസ് ഓൾറെഡി ഡയബറ്റിക് ആയി ഗർഭിണിയാവുന്ന പേഷ്യൻസ്. സോ ഇതുപോലെ പേഷ്യൻസ് പൊതുവേ നമ്മൾ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ പൊതുവേ ചെയ്യും. ഇതിൻ്റെ അളവ് ഈ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്, WHO, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, ഇതുപോലെ പ്രൊഫഷണൽ ബോഡീസ് നമുക്ക് അളവ് പറഞ്ഞു തരും. സോ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസൊക്കെ ഓൾ ഓവർ ദ വേൾഡ് യൂണിഫോം ആയിട്ട് അളവുകളുണ്ട്. സോ ബ്ലഡ് ടെസ്റ്റാണ് മെയിൻ ടെസ്റ്റ്. സോ അവർക്ക് വെറും വയറ്റിൽ 126 കൂടുതൽ ബ്ലഡിൻ്റെ അളവ് ഷുഗർ വന്നാലോ, ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 75 ഗ്രാംസ് ഗ്ലൂക്കോസ് കുടിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 200 കൂടുതൽ ഉണ്ടെങ്കിലോ, റാൻഡം ആയിട്ട് ഒരു വാല്യൂ അബൌട്ട് 200, പിന്നെ ചിലർ പറയല്ലോ കൂടുതൽ ദാഹമുണ്ട്, കൂടുതൽ മൂത്തൊഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, വിശപ്പ് കൂടുതലുണ്ട്, ഇതുപോലെ ഓസ്മോട്ടിക് സിംറ്റംസ്, കണ്ട കാഴ്ചക്ക് വള പോലെ ഉണ്ട്. സോ ദീസ് ഓസ്മോട്ടിക് സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ ഡയബറ്റീസ് കണ്ടുപിടിക്കും. ഇത് പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. സോ ഓൾറെഡി ഇതുപോലെ പേഷ്യൻസ് ഓൾറെഡി അണ്ടർ കെയർ ഓഫ് എ ഡോക്ടർ ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാവും, പിന്നാണ് അവർ പ്രഗ്നൻ്റ് ആവുന്നത്.
ജെസ്റ്റേഷണൽ ഡയബറ്റീസൊക്കെ ആസ് സച്ച് കുറേ വെറൈറ്റീസ് ഒരു ഫിക്സ്ഡ് പ്രോട്ടോകോൾ ആയിട്ട് ഒന്നുമില്ല. കുറേ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്, കുറേ അളവ് പറഞ്ഞിട്ടുണ്ട്. നൈസ് ഗൈഡ് ലൈൻസ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം ഒരളവ് പറഞ്ഞിട്ടുണ്ട്. WHO, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, പിന്നെ ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പ്രഗ്നൻസി സ്റ്റഡി ഗ്രൂപ്പിനുണ്ട്. സോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഡിഫറെൻറ്റ് അളവ് പറയുന്നുണ്ട്. സോ പൊതുവേ നമ്മൾ എന്ത് ചെയ്യെങ്കിൽ നമ്മൾ 2 സ്റ്റെപ്പ് ടെസ്റ്റിനുണ്ട്. 2 സ്റ്റെപ്പ് ടെസ്റ്റിങ്ങിൽ കുറേ ഗർഭിണികൾ ഒരു 5th മന്തിലോ 6th മന്തിൽ നമ്മൾ ഒരു ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റിന് ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്, GCT ടെസ്റ്റ്. എല്ലാ പേഷ്യൻസും ചെയ്തിട്ടുണ്ടാവും ഗർഭിണിയാണവർ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫുഡ് ഒരു 50 grams ഗ്ലൂക്കോസ് കഴിച്ചിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളൊരു അളവ് നോക്കും. അത് 140 കൂടുതലുണ്ടെങ്കിൽ ചിലപ്പം ദിസ് കുഡ് ബി ഡയബറ്റീസിന് എടുക്കാം. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇത് വന്ന പാട് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഈ കൺഫർമേറ്ററി ടെസ്റ്റ് 2 രീതിയിൽ. ചിലർ നെക്സ്റ്റ് ഡേ വീണ്ടും നിങ്ങളെ വിളിച്ചിട്ട് ഓർ വിതിൻ 1 വീക്ക് വിളിച്ചിട്ട് 75 grams GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ 100 grams വെച്ചിട്ട് ഒരു ടെസ്റ്റ് ചെയ്യും. അതായത് കൊണ്ട് ഞാൻ പറഞ്ഞത് സോ ഒരു ഫിക്സ്ഡ് ഇതായിട്ടില്ല. 75 grams 75 gram വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ either you can follow WHO, ADA, as I said, IADP, SG group ഉണ്ട് വാല്യൂ. അത് അവർ എന്താ പറയുന്നെങ്കിൽ ഫാസ്റ്റിംഗ് വെറും വയറ്റിൽ ഒരു ടെസ്റ്റ് ചെയ്യണം. അത് 92 താഴെ ഉണ്ടാവണം. പിന്നെ ഗ്ലൂക്കോസ് 75 grams വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കുടിച്ചതിന് ശേഷം 1 hour 180 താഴെയും 2 hours 153 താഴെ ഉണ്ടാവണം. ഇതിൽ എന്തെങ്കിലും ഒരു വാല്യൂ അബ്നോർമൽ ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസിന് എടുക്കാം. ബട്ട് ദെൻ 100 grams ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഫോളോ ചെയ്യുന്നത് RCOG ഗൈഡ് ലൈൻസ്. ആ RCOG ഗൈഡ് ലൈൻസിൽ ഒരു 4 വാല്യൂ അവരെടുക്കും. സോ നെക്സ്റ്റ് ഡേ നിങ്ങൾ വെറും ഫാസ്റ്റിങ്ങിൽ വെറും 100 grams ഗ്ലൂക്കോസ് മിക്സ് ആക്കിയിട്ട് 1 hour, 2 hour, 3 hours ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. സോ അതിൻ്റെ അളവ് ഡിഫറെൻ്റ് ഉണ്ട്. അത് ലാബ് വാല്യൂസ് വെച്ചിട്ട് 2 വാല്യൂ അബ്നോർമൽ ഉണ്ടാവുമ്പോൾ അവർ അത് ഡയഗ്നോസ് ചെയ്യും. പിന്നെ ഞാൻ മെൻഷൻ ചെയ്തത് നൈസ് ഗൈഡ് ലൈൻസ് ഓഫ് യുണൈറ്റഡ് കിങ്ഡം. നൈസ് ഗൈഡ് ലൈൻസ് ഈ 2 സ്റ്റെപ്പ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്താ കാരണം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ചെയ്തു, അത് അബ്നോർമൽ ഉണ്ട് എന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേ പേഷ്യന്റ് വിളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് 1 സ്റ്റെപ്പൊക്കെ കയറാം. അതാണ് 75 grams മിക്സ് ആക്കിയിട്ട് ഫാസ്റ്റിങ്ങിൽ 100. സോ ഇത് നെക്സ്റ്റ് നൈസ് ഗൈഡ് ലൈൻസ്. നൈസ് ഗൈഡ് ലൈൻസിന് ഇതേ 75 grams, ബട്ട് ഫാസ്റ്റിങ്ങിൽ അവർ പറയുന്നത് 100. സോ 75 grams ഗ്ലൂക്കോസ് മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ട് 2 hours കഴിഞ്ഞിട്ട് 140. സോ ഒരു ഗ്രൂപ്പ് പറയുന്നത് ഫാസ്റ്റിംഗ് 92, ഒരു ഗ്രൂപ്പ് 100. ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പ് 140 പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പ് 153 പറയുന്നുണ്ട്. സോ അതായതുകൊണ്ട് യൂണിഫോം ആയിട്ട് റൗണ്ട് ദ വേൾഡ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഒന്നത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടില്ല. സോ ഓരോരോ ആളും ഓരോരോ രീതിയിലാണ് ഫോളോ ചെയ്യും, ഇൻക്ലൂഡിങ് യുവർ ഡോക്ടേഴ്സ്. സോ നിങ്ങൾ ഞാൻ പറഞ്ഞ IAD-PSG ഗ്രൂപ്പിൻ്റെ പ്രോട്ടോകോൾ എടുത്താൽ ഫാസ്റ്റിംഗ് 92 എടുത്താൽ അത് കുറച്ച് ഈവൻ സ്ട്രിക്റ്റർ കൺട്രോൾ വരും. സോ കോംപ്ലിക്കേഷൻസും ഗ്ലൂക്കോസ് കൊണ്ട് കുറയും. സോ ഇങ്ങനെയാണ്. ബട്ട് നമ്മൾ ചിലപ്പം ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 5-ാം മാസമോ 6-ാം മാസമോ ആവും. സോ ഈ 5-6 മാസം വരെ ആ ഗ്ലൂക്കോസ് കൂടുതലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മോശം. സോ നമ്മൾ എന്താക്കണം, പൊതുവേ നമ്മൾ പേഷ്യൻസോടെ പറയും, ഫസ്റ്റ് ഇനീഷ്യൽ വിസിറ്റ് നിങ്ങൾ വരുമ്പോൾ പ്രഗ്നൻ്റ് ആയപാടെ നിങ്ങൾ ഫസ്റ്റ് വിസിറ്റ് വരുമ്പോൾ പേഷ്യൻ്റ് ഒരു വെറും വയറ്റിൽ ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. മനസ്സിലായി? സോ ഫസ്റ്റ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ്റ്റിംഗ് 92 താഴെ ഉണ്ടെങ്കിൽ സേഫ്, പേഷ്യൻ്റ് ഇസ് ഓക്കെ. പിന്നെ നിങ്ങൾ 24 to 28 weeks ഞാൻ പറഞ്ഞ ആ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. സപ്പോസ് 92 കൂടുതലുണ്ട് ബട്ട് 126 ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിക്ക് പ്രോബബിലിറ്റി ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെല്ലിറ്റസിൽ GDM എന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു അളവ് അബ്നോർമൽ ഉണ്ടെങ്കിൽ മതി, വീണ്ടും ഗ്ലൂക്കോസ് കുടിച്ചിട്ട് സെക്കൻഡ് വാല്യൂ നോക്കണമെന്ന് ആവശ്യമില്ല. എന്ന് കാരണം ഓൾറെഡി 93 ആയി. 93 is already taken as gestational diabetes. ഒരു വാല്യൂ ഫിക്സ് ആയി.
126 കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്ത് നിങ്ങൾ പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിൽ 126 കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാതെ പ്രോബബ്ലി പ്രഗ്നൻസിക്ക് മുമ്പേ നിങ്ങൾ ഡയബറ്റിക് ഉണ്ടോ നിങ്ങൾക്കറിയില്ല. സോ യു ആർ പ്രോബബ്ലി ഡയബറ്റിക് ബിഫോർ പ്രഗ്നൻസി ആൻഡ് യു ഹവ് നോട്ട് ചെക്ക്ഡ്. സോ ചില ഡോക്ടേഴ്സ് ഹീമോഗ്ലോബിൻ A1C ടെസ്റ്റിന് ഒരു ടെസ്റ്റ് നടത്തും. അത് 3 monthsന്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ ആ വാല്യൂ 6.5% കൂടുതലുണ്ടെങ്കിൽ പ്രോബബ്ലി ഡയബറ്റീസ് പ്രോബബ്ലി ബിഫോർ പ്രഗ്നൻസി ആൻറ്റിസിഡൻറ്റ് ടു പ്രഗ്നൻസി ഓൾറെഡി ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? വൺസ് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, സോ നാം പറഞ്ഞ പോലെ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റീസെങ്കിൽ പേഷ്യൻ്റ് ഓൾറെഡി ഒരു ഡോക്ടറിൻ്റെ കെയർ ഓഫിൽ ഉണ്ടാവും. സോ ഗുളികകളോ ഇൻസുലിനോ എന്തെങ്കിലും കഴിച്ചിട്ട് വരും പേഷ്യൻറ്റ്. സോ ആ പേഷ്യൻസ് പൊതുവെ എന്താവും, ഈ ഗുളികകൾ ചില ഗുളികൾ നമുക്ക് നിർത്താൻ വേണ്ടി വരും. ഗർഭിണിയായപ്പാട് എല്ലാ ടാബ്ലറ്റ്സും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഡ്രഗ് ഹിസ്റ്ററി റിവൈസ് ചെയ്യാൻ വേണ്ടി വരും. അപ്പം അതുപോലെ പേഷ്യൻറ്റൊക്കെ ഇൻസുലിൻ എടുക്കാതെ പേഷ്യൻറ്റൊക്കെ ഇൻസുലിൻ മാറ്റി തരും. എടുക്കുന്ന പേഷ്യൻസ് അതിൻ്റെ അളവ് അനുസരിച്ച് കൂടുതലോ ഹാവ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ് അളവ് നോക്കിയിട്ട് നമ്മൾ കൂട്ടും ഇല്ലെങ്കിൽ കുറയ്ക്കും ഡിപ്പെൻഡിങ് ഓൺ ദ ബ്ലഡ് ലെവൽസ്. ടാബ്ലറ്റ്സിൽ എല്ലാ ടാബ്ലറ്റ്സ് പേഷ്യൻസ് എടുക്കാൻ പറ്റില്ല. മെറ്റ്ഫോർമിനും ഗ്ലിബെൻക്ലമൈഡ് എന്ന 2 ടാബ്ലറ്റ് അപ്രൂവ്ഡ് ആണ് പ്രഗ്നൻസിയിൽ. വേറെ എല്ലാ ടാബ്ലറ്റും ഒഴിവാകണം. ഇപ്പോൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പേഷ്യൻസ് ഗർഭിണിയാണ് ശേഷം വരുന്ന ഡയബറ്റീസ് പേഷ്യൻസ് സെയിം തിങ്. മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിനും ടാബ്ലറ്റും. ഇൻസുലിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഓൾഡർ ഇൻസുലിൻ, ആക്ട്രാപ്പിഡ്, മിക്സ്റ്റാർഡ്, അതുപോലെ യൂഷ്വലായിട്ട് പേഷ്യൻസ് അതുപോലെ ഇൻസുലിൻ എടുക്കും. അതില്ലാതെ ന്യൂവർ വെറൈറ്റി ഓഫ് ഇൻസുലിൻസ് ഉണ്ട്. സോ നമുക്ക് ന്യൂവർ ഗൈഡ് ലൈൻസ് പ്രകാരം ന്യൂവർ ഇൻസുലിൻസ് ലൈക്ക് അസ്പാർട്ട് ഇൻസുലിൻ, ലിസ്പ്രോ ഇൻസുലിൻ, ഗ്ലാർജിൻ ഇൻസുലിൻ, ഇതുപോലെ ഇൻസുലിൻ ഇസ് പ്രിഫറബിൾ പേഷ്യൻസ്ക്ക്. എന്ന് കാരണം കുറച്ച് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, ബെറ്റർ കൺട്രോൾ. സോ നിങ്ങൾ അഫോർഡബിലിറ്റി വെച്ചിട്ട് ഡോക്ടർ അത് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ചെയ്യും. ഇൻസുലിൻ ചില പേഷ്യൻസ് ഇൻസുലിനൊക്കെ പേടിക്കും എടുക്കാൻ. യൂസേജിൻ്റെ ഒരു തെറ്റുണ്ടാവും. യൂസേജ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഗ്ലൂക്കോസ് ഷുഗറിൻ്റെ അളവ് കൺട്രോൾ കിട്ടൂല. ഇങ്ങനെയുള്ള പേഷ്യൻസ്ക്ക് മെറ്റ്ഫോർമിൻ ഗുളിക നമ്മൾ ആഡ് ചെയ്യാം. സോ മെറ്റ്ഫോർമിൻ ആഡ് ചെയ്യാം. ഗ്ലിബെൻക്ലമൈഡ് ഞാൻ പറഞ്ഞ പോലെ അപ്രൂവ്ഡ്, ബട്ട് പേഴ്സണലായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതാണ് ഇതെല്ലാം ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഡയറ്റ്. വാട്ട് വി കോൾ മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പി. വെരി വെരി ഇമ്പോർട്ടൻസ് ഇസ് ഡയറ്റ്. പൊതുവെ പേഷ്യൻ്റ് വിചാരിക്കും ഡയറ്റിങ്ങിൽ വിശന്നിട്ട് ഇരിക്കണമെന്ന്, ഒന്നും കഴിക്കണേ ഇല്ല. അത് തെറ്റ്. കറക്റ്റ് ഭക്ഷണം കഴിക്കണം. എല്ലാ ഭക്ഷണത്തിനും കാർബോഹൈഡ്രേറ്റ് ലോഡ്, ഗ്ലൂക്കോസിൻ്റെ ലോഡ് ആ ഭക്ഷണത്തിൽ. സോ നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും, ഗ്ലൈസീമിക് ലോഡ് എന്ന് പറയും. അത് നിങ്ങൾ ഡയറ്റീഷ്യൻ ഇടത്തിൽ നിങ്ങൾ ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റ് ചാർട്ട് നിങ്ങൾ ചോദിക്കണം അവരുടെ അടുത്തുള്ള. സോ നിങ്ങളെ ഫുഡ് പ്രിഫറൻസസ്, നിങ്ങളെ അഫോർഡബിലിറ്റി വച്ചിട്ട് ഒരു ഡയറ്റ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് പ്രഗ്നൻസിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഫാസ്റ്റിങ് ചെയ്യാൻ പാടില്ല, വിശന്നിട്ട് ഇരിക്കാൻ പാടില്ല. അത് പ്രഗ്നൻസിക്ക് നല്ലതില്ല. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന ഈ മരുന്നുകൾ കുട്ടിയെ എഫക്റ്റ് ചെയ്യില്ലേ? ഇൻസുലിൻ സേഫസ്റ്റ് ഡ്രഗ് ഇൻ പ്രഗ്നൻസി. ഇൻസുലിന് പ്ലാസൻറ്റാണ് ക്രോസ് ആവില്ല, മറുപിള്ളനെ ക്രോസ് ആവില്ല. സോ കുട്ടിക്കൊന്നും കുഴപ്പമില്ല. ഇൻസുലിൻ ആണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. ടാബ്ലറ്റ്സ് കൊണ്ട് ഹാം കുറവ്, ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. അപ്പോൾ ഈ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ കൺട്രോള് ഏത് ലെവലാണ്? എൻ്റെ ഒരു അഡ്വൈസ്, ഓൾറെഡി ഡയബറ്റീസ് വന്ന് ഗർഭിണി ആവണ പേഷ്യൻസ് ഒരു നല്ല കൺട്രോൾ ഇല്ലാതെ പ്രഗ്നൻ്റ് ആവണ്ട, പ്ലാൻ ചെയ്യണം പ്രഗ്നൻസി. സോ ഞാൻ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ A1C ടെസ്റ്റ് അത് 10% കൂടുതൽ ഉണ്ടെങ്കിൽ ഇത് വളരെ ബാഡ് കൺട്രോൾ ഓഫ് ഷുഗർ. സോ അത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. മദർക്കും ചൈൽഡ്ക്ക് നല്ലതില്ല. രണ്ടാമത്
നിങ്ങൾ കൺട്രോൾ കൊണ്ടുവരുന്നെങ്കിൽ ഫാസ്റ്റിങ് 126 താഴെ ഉണ്ടാവണം. ഭക്ഷണം കഴിച്ചിട്ട് 140 160 താഴെ ഉണ്ടെങ്കിൽ പ്ലാൻഡ് പ്രഗ്നൻസി. പ്ലാൻഡ് പ്രഗ്നൻസി ആർക്കാണ്? ഈ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിക് പേഷ്യൻസിനാണ് ഞാൻ പറയുന്നത്. സോ ഇതുപോലെ പേഷ്യൻ്റ് അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നല്ല കൺട്രോളോടെ പ്രഗ്നന്റ് ആണെങ്കിൽ ആ പ്രഗ്നൻസിക്ക് നല്ലത്. സോ ഓൾറെഡി നമ്മൾ ഇൻസുലിനോ ടാബ്ലറ്റോ തുടങ്ങി. സോ ഏതാണ് ഗുഡ് കൺട്രോൾ? സോ പൊതുവെ ഫാസ്റ്റിംഗ് ഒരു 90 താഴെ ഉണ്ടാവണം. ബട്ട് നല്ലോണം കുറയാൻ പാടില്ല. ഹൈപ്പോഗ്ലൈസിമിയ റിസ്ക് വരാതെ ഒരു 70 to 90 ഫാസ്റ്റിംഗിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 100 to 150 2 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ട് ആഫ്റ്റർ ദ ഇൻസുലിൻ ഒരു 100 to 115 വാല്യൂസ് വന്നാൽ വി കൻ ടെൽ ഇറ്റ് ആസ് ഗുഡ് കൺട്രോൾ. പ്രഗ്നന്റ് ഇല്ലാത്ത പേഷ്യൻസ്ക്ക് ഒരു അളവുണ്ട്, പ്രഗ്നന്റ് ആന പേഷ്യൻസ് കൺട്രോൾ വ്യത്യാസം. എന്ന കാരണം നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിൽ ഒരു ഫാസ്റ്റിംഗ് ഒരു 120 130 കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 140 ഓക്കെ അക്സെപ്റ്റബിൾ. ബട്ട് ഈ ദിസ് വാല്യൂ പ്രഗ്നൻസിക്ക് അപ്ലിക്കബിൾ ഇല്ല. എന്ന കാരണം ആ ഷുഗർ കൊണ്ട് വരുന്ന ടോക്സിസിറ്റി, ബേബിക്ക് വരുന്ന ടോക്സിസിറ്റിയാണ് മെയിൻ പ്രോബ്ലം. അതായതുകൊണ്ട് പ്രഗ്നൻസിന്റെ കൺട്രോൾ അളവ് ഡിഫറെന്റ് ഫ്രം നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റ്. ഇത് കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പ്രഗ്നൻസിയിൽ? നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് കൺട്രോൾ ചെയ്യണം, ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യണം? ഗ്ലൂക്കോസ് ആസ് സച്ച് ഹൈലി ടോക്സിക്. പൊതുവെ ഓൾറെഡി പ്രഗ്നന്റ് ആയ പ്രീ ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്ക്ക് മദർക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാവും? നമുക്കറിയാം ഷുഗർ കൂടുമ്പോൾ കണ്ണിനെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും, കിഡ്നിനെ ബാധിക്കും, നരമ്പിനെ ബാധിക്കും. ഇത് എല്ലാവർക്കും അറിയാം. സോ പ്രഗ്നന്റ് ആവുന്ന മുമ്പേ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഇതെല്ലാം നോർമൽ ഉണ്ടാണ് ആദ്യം ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വിസിറ്റിൽ കണ്ണും ഹാർട്ടും കിഡ്നീൻ്റെ ടെസ്റ്റുകൾ കമ്പൽസറി. സോ അതിൻ്റെ ചിലപ്പം ഇതുപോലെ പേഷ്യൻസ് പ്രഗ്നൻസി ഡ്യൂറേഷൻ ഇതാവുമ്പോൾ ചിലപ്പം പ്രഷർ വരാൻ സാധ്യതകളുണ്ട്. അതിൻ്റെ മുമ്പേ പ്രഷർ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതുപോലെ പേഷ്യൻസ്ക്ക് പ്രഷറോ ഇല്ല പ്രഗ്നൻസിൻ്റെ ഒരു പ്രഷർ ഉണ്ട്, പ്രീ എക്ലാംസിയ, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ പ്രഷേഴ്സ് വരാൻ സാധ്യതകൾ ഉണ്ട്. മദറിൻ്റെ ഇതില്ലാതെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ബേബിക്കാണ്. ഇപ്പം ബേബിക്ക് എന്തെല്ലാം ഈ ഷുഗർ കൊണ്ട് എന്താവും? ബേബിക്ക് കിട്ടുന്ന ബ്ലഡ് മദറിന് വരുന്ന ബ്ലഡാണ്. സോ അത്രയും ഷുഗർ ഉള്ള ബ്ലഡാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്. ആ ഗ്ലൂക്കോസ് അത്രയും ടോക്സിക് ആ ബേബിക്ക്. മെയിൻ ആയിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ്, VST AST സംഭവങ്ങളുണ്ട്. രണ്ടാമത് കുടലുള്ള ചെറുകുടലിലുള്ള ഇഷ്യൂസ് ലൈക്ക് ഡിയോഡിനൽ അട്രീസിയ, കിഡ്നിയിൽ ചിലപ്പം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. അങ്ങനെ മെയിൻ ആയിട്ട് ഈ നട്ടലിലാണ് നമ്മൾ എന്താ പറയും ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്, ആനൻസെഫലി, സ്പൈന ബൈഫിഡ. ഈ നട്ടലിൽ ചിലർക്ക് ഗ്യാപ്പ് ഉണ്ടാവും, ഇല്ല ചിലർക്ക് ഈ സ്കൽ ബോൺ ഉണ്ടാവില്ല, ഓപ്പണിങ് ഉണ്ടാവും, തലച്ചോറ് മാത്രം കാണും, ആ സ്കൽ ബോൺ ഉണ്ടാവില്ല, ആനൻസെഫലി നമ്മൾ പറയും. ഇതാണ് ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്. ഇത് ഹൈലി കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ഡയബറ്റിക് പേഷ്യൻറ്റ്. മെയിൻ ഞാൻ പറയുന്നത് കാർഡിയാക് കോംപ്ലിക്കേഷൻസ് ഓൾസോ. ഇത് ഈ ഓപ്പൺ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് പ്ലാൻഡ് പ്രഗ്നൻസി ചെയ്യണം. അതാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. പ്ലാൻഡ് ആയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മേ ബി ചില ഡോക്ടേഴ്സ് ഫോളിക് ആസിഡ് ഗുളിക അതുപോലെ വിറ്റമിൻ ഗുളിക ഒരു 3 months കൊടുത്തിട്ട് പ്ലാൻഡ് ആയിട്ട് പ്രഗ്നന്റ് ആവണം. ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് കാരണം എന്തെങ്കിൽ ഇതുപോലെ പേഷ്യൻസ് ചിലപ്പം പ്രഗ്നന്റ് ആവുന്ന മുമ്പേ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുളികയും ചിലപ്പം തുടങ്ങിയിട്ടുണ്ടാവും ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ്. ചില പ്രഷറിൻ്റെ ഗുളികയുണ്ട്, AC ഇൻഹിബിറ്റേഴ്സ്, ARBs, ഇപ്പോൾ ലൊസാർട്ടാൻ, ടെൽമിസാർട്ടാൻ, ക്യാപ്ടോപ്രൽ, ഇനാലെപ്രൽ, ഇതുപോലെ ഗുളിക കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. പ്രഗ്നൻസി കൺഫേം ആയപ്പാട് നിർത്തിയേ പറ്റൂ. ഇത് ഹൈലി ടോക്സിക് ഫോർ ദ ബേബി. കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ എടുത്തെങ്കിൽ അതും കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. എന്താ കാരണം നമ്മൾ എക്സ് കാറ്റഗറി ഡ്രഗിനെ പറയും, ഇത് 2 എക്സ് കാറ്റഗറി ഡ്രഗിൽ വരും. എന്താ കാരണം ചിലപ്പം പേഷ്യൻ്റ് നമ്മളോട് പറയാതെ അത് കണ്ടിന്യൂ ചെയ്യും. അത് കണ്ടിന്യൂ ചെയ്താൽ അതും ഇതുപോലെ കിഡ്നി ഇഷ്യൂസ് ബേബിക്ക് വരും. ഒന്ന്. സോ നെക്സ്റ്റ് ഫോർ ദ ബേബി നെക്സ്റ്റ് എന്താവും? ഇപ്പൊ ഗ്ലൂക്കോസ് ഉള്ള ബ്ലഡ് ബേബിക്ക് കിട്ടി. ഇപ്പൊ ഈ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ബേബി എന്താക്കും? അതിന്റെ ശരീരത്തിൽ ഇൻസുലിൻ വരും. ഇപ്പൊ ഇൻസുലിൻ കൂടും ബേബിന്റെ ശരീരത്തിൽ അകത്ത്.
ആ ഇൻസുലിൻ എന്താക്കും, ഇൻസുലിൻ്റെ ആക്ഷന് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. സോ അബ്നോർമൽ ഏരിയാസ്, ഈ ഷോൾഡർ ഭാഗം അതുപോലെ ഭാഗത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ബിഗ് ബേബി നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞ പോലെ മാക്രോസോമിക് ബേബി. സോ അതായത് 4 കിലോസിന്റെ കൂടുതൽ ഈ വലിയ ബേബീസ് കിട്ടും. ഇതുപോലെ ബേബീസ് നോർമൽ ഡെലിവറിക്ക് പോണാൽ എന്താവും, അതിനാൽ നെക്സ്റ്റ് പറയാം. ഇപ്പൊ ഇതില്ലാതെ ഇതുപോലെ ബേബീസ് ഡെലിവറി ആണ് ശേഷം വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഡെലിവറി ആണ് ശേഷം മദറിന് കിട്ടുന്ന ആ ഗ്ലൂക്കോസ് സ്റ്റോപ്പായി, നമ്മൾ കട്ടാക്കി സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ എന്താ ഓൾറെഡി ശരീരത്തിൽ അത്ര ഇൻസുലിൻ ഉണ്ട്. സോ പെട്ടെന്ന് ബേബിക്ക് ഗ്ലൂക്കോസ് കുറയാൻ സാധ്യതകളുണ്ട്. സോ ഹൈപ്പോഗ്ലൈസിമിയ, അത് ആഫ്റ്റർ ഡെലിവറി ഉണ്ടല്ലേ. ഹൈപ്പോഗ്ലൈസിമിയ, മഞ്ഞപ്പിത്തത്തിന്റെ ചാൻസസ് കൂടുതലുണ്ട്. കാൽഷ്യത്തിന്റെ മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയാൻ സാധ്യതകളുണ്ട്. ഇപ്പൊ ഇതുപോലെ ബേബീസ്, വലിയ ബേബി പ്രസവിക്കുമ്പോൾ എന്തോ ഷോൾഡർ സ്റ്റക്കായി പോകും. പ്രസവിക്കുമ്പോൾ നോർമൽ ഡെലിവറി എടുക്കുമ്പോൾ 4 കിലോ കൂടുതൽ ഉണ്ടെങ്കിൽ ചിലപ്പം ഷോൾഡർ സ്റ്റക്കായി പോകും. അപ്പോൾ ട്രോമാറ്റിക് ആയിട്ട് ബേബി ഡെലിവറി ആകുമ്പോൾ അത്രയും മുറിവുകൾ ഉണ്ടാവും. മദർക്ക് മുറിവുകൾ ഉണ്ടാവും, ട്രോമ ഉണ്ടാവും. ചിലപ്പം ബേബിക്ക് നർവിന്റെ ഡാമേജ്, കഴുത്തിന് വരുന്ന നർവിന്റെ ഡാമേജ് ഉണ്ടാവും. ചില ബേബീസ് കൈ മൂവ്മെന്റ് കിട്ടില്ല. ചില ബേബീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൈ ഇങ്ങനെ ബാക്കിലോട്ടേക്ക് വെച്ചിട്ട് മൂവ്മെന്റ് ഇല്ലാത്ത ബേബീസ് ഉണ്ടാവും. സോ ഇത് നെർവ് പ്ലെക്സസ് ഇഞ്ചുറീസ്, ബ്രേക്കിൽ പ്ലെക്സസ് ഇഞ്ചുറീസ് ആണ് നമ്മൾ പറയാറുണ്ട്. സോ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഫോർ ദ ചൈൽഡ്. മദർക്ക് എന്താവും, ട്രോമാറ്റിക് ഡെലിവറി ആയി കുറേ ബ്ലീഡിങ് ഉണ്ടാവും. ഓൾറെഡി ഡയബറ്റിക്, പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ഒക്കെ എന്താവും, ഇൻഫെക്ഷൻ വരും. ചിലപ്പം യൂട്രസ് കറക്റ്റായിട്ട് ഷ്രിങ്ക് ആവില്ല, നോർമൽ രീതിയിൽ ഷ്രിങ്ക് ആവില്ല. ഇതെല്ലാം കോംപ്ലിക്കേഷൻസ് ഫോർ ദ മദർ. ചിലപ്പം എന്താവും, ഈ ബേബീസ് ഫ്യൂച്ചറിൽ ഡയബറ്റിക് വരാൻ സാധ്യതകളുണ്ട് ഇതുപോലെ ബേബീസ്. അപ്പൊ ഏത് ടൈപ്പ് ഡെലിവറി ആയിരിക്കും, നോർമൽ ആയിരിക്കും? ഞാൻ പറഞ്ഞ പോലെ ഏത് മോഡ് ഓഫ് ഡെലിവറിന്ന് നിങ്ങൾ ചോദിച്ചാൽ ഫസ്റ്റ് ഫാക്ടർ ബേബിന്റെ വെയിറ്റ് എങ്ങനെയുണ്ട്. ബേബിന്റെ വെയിറ്റ് 4 കിലോന്റെ കൂടുതൽ ഉണ്ടെങ്കിൽ ചിലർ പ്രസവിച്ചിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഓൾവേസ് ഇതൊരു പോസിബിലിറ്റി ഉണ്ട് പേഷ്യൻ്റെ അടുത്തല്ല നമ്മൾ പറയും. ഷോൾഡർ സ്ട്രക്കായി പോകും, ട്രോമാറ്റിക് ഡെലിവറി ആയിരിക്കും. രണ്ടാമത് സ്കാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്കാനിങ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയ ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട്, ഡോപ്ലർ നമ്മൾ പറയും, അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ മോഡ് ഓഫ് ഡെലിവറി സിസേറിയൻ ആയിരിക്കും, നോർമൽ ഡെലിവറി ആയിരിക്കും. വെള്ളത്തിൻ്റെ അളവ്, ഇത് എന്താ, ഈ പ്രഗ്നൻസി ചിലപ്പം എന്തെങ്കിലും ഈ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും. പോളിഹൈഡ്രാമിയാസ് നമ്മൾ പറയും. മദർക്ക് വലിയ വയറുണ്ടാവും, ഡിഫിക്കൽട്ടി ഉണ്ടാവും, ബ്രീതിങ് പ്രോബ്ലംസ് ഉണ്ടാവും, പ്രഗ്നന്റ് ഉണ്ടാവും. സോ മോഡ് ഓഫ് ഡെലിവറി ഡോക്ടേഴ്സ് ഡെസിഷനിലാണ് ഉണ്ടാവും. ഇതെല്ലാം ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണം? വൺസ് ഡെലിവറി കഴിഞ്ഞിട്ട്, ആസ് ഐ സെഡ്, അൺകൺട്രോൾഡ് പേഷ്യൻസ്, ഷുഗർ കൺട്രോളേ ഇല്ലാത്ത പേഷ്യൻസ്ക്ക് ഐഡിയലായിട്ട് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് നമ്മൾ ഷുഗർ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഒരു പ്രോപ്പർ 5th മന്ത് സ്കാനിങ് നമ്മൾ ചെയ്യണം. ബേബിൻ്റെ അനോമലീസ് കണ്ടുപിടിക്കാൻ അനോമലി സ്കാനിങ് കറക്റ്റായിട്ട് ചെയ്യണം. ഒരു പ്രോപ്പർ നിയോണേറ്റൽ യൂണിറ്റിലാണ് ആ ബേബിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലത്. ഡെലിവറി കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് മുമ്പേ ഉള്ള ഡയബറ്റിക് പേഷ്യൻസ്, പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റീസ് പേഷ്യൻസ്ക്ക് ഇൻസുലിൻ റിക്വയർമെൻറ്റ് കുറയും. ബൈ 1/3 അത് കുറയും. സോ അത് ബ്ലഡ് ഷുഗർ വെച്ചിട്ട് നമ്മൾ കുറയും. കാരണം ഓൾറെഡി പ്രസവിച്ചു, പ്ലാസൻറ്റ എല്ലാം പോയി. സോ റിക്വയർമെൻറ്റ് കുറയും. ജസ്റ്റേഷണൽ ഡയബറ്റീസ് പേഷ്യൻറ്റ്, ദറ്റ് മീൻസ് ഗർഭിണി ആണ് ശേഷം വരുന്ന ഡയബറ്റീസ്, വാട്ട് ഐ ടെല്ലിങ് അഗൈൻ ആൻഡ് അഗൈൻ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് പേഷ്യൻസ്ക്ക് നമ്മൾ എല്ലാ ഡ്രഗ്സോ ഇൻസുലിനോ നിർത്താം. നിർത്തിയിട്ട് ബ്ലഡ് ഷുഗർ അവർ ടെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഡോക്ടേഴ്സ് വൺസ് എവറി ഡേ ഓർ വൺസ് ഇൻ 2 days അവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ അളവ് ഒരു 100ന്റെ താഴെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 126ന് കൂടുതൽ വന്നാൽ മേ ബി അവർ റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബേബിക്ക് നിങ്ങൾ ചെക്കപ്പ് വരുമ്പോൾ, ദാറ്റ് മീൻസ് 1.5 months ബേബിൻ്റെ വാക്സിനേഷൻ സമയത്തിൽ, അങ്ങനെ ഒരു ചെക്കപ്പ് സമയത്തിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു വെറുമേറ്റിൽ അവർ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നോക്കും. കാരണം പൊതുവേ പ്രഗ്നൻസിയിൽ വന്ന ഡയബറ്റീസ് യൂഷ്വലി ബൈ 6 weeks അത് ഡിസപ്പിയർ ആവും. മാക്സിമം ഒരു 13 weeks എങ്കിൽ ഒരു 3 months വരെ. 6 weeks 1.5 months തൊട്ട് 3 months വരെ നമുക്ക് ഈ ടെസ്റ്റിംഗ് ചെയ്യാം. സോ ഫാസ്റ്റിംഗ് അബവ് 126 എങ്കിൽ ഡയബറ്റീസ് വന്നു എന്ന് പറയാം.
ഫാസ്റ്റിംഗ് കൺട്രോൾ ഉണ്ട് 100ന്റെ താഴെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ പ്രഗ്നൻസിയിൽ വന്ന ഡയബറ്റീസ് മാറി എന്ന് നമുക്ക് പറയാം. സോ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഉള്ളവർക്ക് എന്ത് ചെയ്യണം? 100 to 126 ദാറ്റ് വിൽ ബി പ്രീ ഡയബറ്റിക്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല, ബട്ട് നിങ്ങൾ ആ സ്റ്റേജിലുണ്ട്, ഏർലി സ്റ്റേജസിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയും. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞു ഇനി എല്ലാ ഭക്ഷണം കഴിക്കാനും വിചാരിക്കേണ്ട. എല്ലാവർക്കും ഡയബറ്റീസ് വരുന്നില്ല പ്രഗ്നൻസിയിൽ, ചിലർക്ക് മാത്രം ഉണ്ട്. സോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐഡിയൽ ആയിട്ട് ലൈഫ് ലോങ് ഡയബറ്റിക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 40 to 50% ഹൈ റിസ്ക് ടു ഡെവലപ്പ് ഡയബറ്റീസ് വിതിൻ 3 years. അതാണ്. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഡോക്ടർക്ക് എന്ത് മെസ്സേജാ കൊടുക്കാൻ പറ്റുക? സോ ഇതൊരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ ആസ് സച്ച് വെരി വെരി ഹൈ റിസ്ക് ഫോർ ഡയബറ്റീസ്. സോ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്നാൽ ആ ഗ്ലൂക്കോസ് ഹൈലി ടോക്സിക് ടു ദ ബേബി. ഫസ്റ്റ് വിസിറ്റിൽ ഒരു ഫാസ്റ്റിംഗ് ഷുഗർ ചെയ്യുന്നതാണ് നല്ലത്. ചെയ്തിട്ട് അത് നോർമൽ ഉണ്ടെങ്കിൽ ഡോക്ടർ ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ അഗെയിൻ 6th month or 5th month നിങ്ങൾക്ക് ഒരു GCT ടെസ്റ്റോ GTT ടെസ്റ്റോ ചെയ്തിട്ട് വീണ്ടും ഒരു ടെസ്റ്റുകൾ ഉണ്ടാവും. ഡയറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻസുലിൻ കറക്റ്റായിട്ട് എടുക്കണം. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം. ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവിച്ചു ഇനി ഡയറ്റ് ഏത് വേണ്ടെങ്കിലും കഴിക്കാനും പറയണ്ട. ഡയബറ്റിക് ഡയറ്റ് നിങ്ങൾ ഷുഗർ നോർമൽ ആണാലും ഡയബറ്റിക് ഡയറ്റ് നിങ്ങൾ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.